ഓണം എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ തന്നെ ഓരോ ദിവസവും കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, നല്ല മക്കളായിട്ട് തന്നെ പഠിക്കുക. ഇത്തവണ നമ്മുടെ പാരൻസും അതേപോലെ നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെ പറയണം അല്ലേ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കുട്ടിക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം അല്ലേ. ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പാസ്സായെങ്കിലും മതി മിസ് എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടെ പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. ആ ദിവസങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള ഒരു പേടിയാണ് അല്ലേ. നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ബാച്ചിലാണെന്നുണ്ടെങ്കിലും ചാപ്റ്റേഴ്സ് എല്ലാം നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ എക്സാം എഴുതണം, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എഴുതാനായിട്ട് പറ്റുമോ, ടൈം മാനേജ്മെൻ്റ് ഒക്കെ കറക്റ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ പേടികളും മാറ്റാനും അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർത്തെടുത്ത് എഴുതാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാം നടക്കുന്നത് നമ്മുടെ ബാച്ചിലായിരിക്കും. ഓക്കെ, ബാച്ചിലായിരിക്കും. ഓരോ ദിവസവും നിങ്ങൾക്ക് ഏതൊക്കെയാണ് എക്സാം എന്നുള്ളതൊക്കെ വസ്തുത വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഓണം എക്സാം നടക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പോർഷനൊക്കെ ആയിരിക്കില്ലേ, നമ്മൾ വിചാരിക്കും ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിച്ച പോർഷൻസ് ഒക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ആ സമയത്തിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കാനായിട്ടും അതേപോലെ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് എല്ലാ പോയിന്റ്സുകളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സാം കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മുടെ ശരിക്കുള്ള ഓണം എക്സാം എഴുതുന്നതിന് മുന്നേ ഈ ഒരു ട്രയൽ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം എടുക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ നടക്കുന്ന നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഓണം മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ മിസ് പറഞ്ഞുതരാം. 28-ാം തീയതി നിങ്ങൾക്ക് ഫിസിക്സ് ആയിരിക്കും, 29-ാം തീയതി നിങ്ങൾക്ക് കെമിസ്ട്രി ആയിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക, 30-ാം തീയതി നിങ്ങൾക്ക് ബയോളജി ആയിരിക്കും, 31-ാം തീയതി നിങ്ങൾക്ക് മാത്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാമിനോടുള്ള പേടിയൊക്കെ നമുക്ക് ഇതോടുകൂടി മാറ്റിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ബാച്ചിലാണല്ലോ മിസ് പറഞ്ഞത്, ഈ എക്സാം നടക്കുന്നത് ബാച്ചിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിസ് ബാച്ചിലില്ല, അപ്പോൾ ഞങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഇതോടുകൂടിയിട്ട് നമ്മൾ നിൽക്കുന്നില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം വരുന്നുണ്ട്, റിവിഷൻ ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ബാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി. വേഗം തന്നെ നാളെ മുതലത്തെ വേഗം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും.